ഹലോ, വെൽക്കം ടു ടേസ്റ്റി ക്വീൻസ്. എല്ലാവർക്കും എൻ്റെ റംസാൻ കരി. വീണ്ടും പുതിയൊരു റെസിപ്പിയുമായി വന്നിരിക്കുകയാണ് ഞാൻ. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു റംസാൻ സ്പെഷ്യൽ റെസിപ്പി തന്നെയാണ്. അതായത് മസാലകളൊന്നും അധികം ചേർക്കാതെ തയ്യാറാക്കി എടുക്കുന്ന ഒരു ചിക്കൻ കറിയാണ്. നമുക്ക് അതിൻ്റെ പ്രിപ്പറേഷൻസ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതാ ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 1 കിലോഗ്രാം ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിനെ നമുക്ക് ആദ്യം ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇതിലേക്ക് ഒരു ലെമൺ ജ്യൂസ് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഇനി ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്യാൻ പോവുകയാണ്. കൈ കൊണ്ട് തന്നെ നന്നായി എല്ലാ പീസും നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതാ ചിക്കൻ ഇവിടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതവിടെ മാറ്റി വെച്ചിട്ട് ആ ഒരു സമയം കൊണ്ട് ബാക്കി കറിക്കുള്ള ഐറ്റംസ് എല്ലാം റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതാ കറിക്കുള്ള ഐറ്റംസ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ 4 മീഡിയം സൈസ് സവാള എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, അതായത് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതാണത്. പിന്നെ പച്ചമുളക് 4 എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് തക്കാളി, അതായത് 2 തക്കാളി എടുത്തിട്ടുണ്ട് ഞാൻ. പുളി ഉള്ളതാണെങ്കിൽ 1 മതി, കാരണം നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യുമ്പോൾ ലെമൺ ജ്യൂസൊക്കെ ഒഴിച്ചതാണ്. പിന്നെ ഇതവിടെ കുറച്ച് കാഷ്യൂനട്ട് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ലാസ്റ്റ് കറിയിൽ അരച്ച് ചേർക്കുന്നതാണ്. അപ്പോൾ ഞാൻ കറി ഉണ്ടാക്കാൻ പോവുകയാണ്. ചട്ടി ഇവിടെ ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ആദ്യം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അതിൻ്റെ ആ ഒരു പച്ചമണം മാറിയിട്ട് ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് സവാള, കട്ട് ചെയ്ത് വെച്ച സവാളയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. സവാള വാടാനായി കുറച്ച് ഉപ്പ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം, കാരണം സവാള നന്നായിട്ട് വാടി വരണം. പിന്നെ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് കാണിച്ചപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കാണും, ഞാനിതിനകത്ത് മല്ലിപ്പൊടിയും മുളക് പൊടിയും ഒന്നും കാണിച്ചിട്ടില്ല. കാരണം നമ്മൾ അതൊന്നും ഇതിനകത്ത് ചേർക്കണില്ല. ഇതിൻ്റെ എരിവിനായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളകും കുരുമുളക് പൊടിയാണ്. പിന്നെ ഇതിൻ്റെ ഗ്രേവിക്ക് വേണ്ടി നമുക്ക് പുതിനയിലയും മല്ലിയിലയും കൂടി അരച്ച് ചേർക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഫ്ലേവർ ആയിരിക്കും കറിക്ക്. ഇനി ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ സവാള ഒരുവിധം വാടിയിട്ടുണ്ട്. ഞാൻ അതിൽ നിന്ന് ഒരു 2 ടേബിൾ സ്പൂൺ സവാള എടുത്ത് മാറ്റുകയാണ്. എന്നിട്ട് ബാക്കിയുള്ളത് ഒന്നുകൂടി നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. സവാള നന്നായിട്ട് വാടിയിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തത് ഞാൻ ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ സവാളയും തക്കാളിയും ഒക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട്. അപ്പോൾ അടുത്തത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1.5 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി. കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ എല്ലാവരും അവരവരുടെ ഒരു പാകത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. കാരണം നമ്മൾ ആദ്യം ചേർത്തിട്ടുള്ളതാണ് ചിക്കനിൽ. പിന്നെ പച്ചമുളക് ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ ഗ്രേവി അരക്കണേലും നമ്മൾ പച്ചമുളക് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെയും ആ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ പെപ്പർ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ആ സവാളയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്ത് നമുക്ക് ഇതിലേക്ക് ആ ചിക്കൻ പീസസ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി ചിക്കൻ പീസസ് എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ ആ ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വന്നിട്ട് അത് വെന്ത് കിട്ടും. ഗ്രേവി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് ലീവ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്, അതായത് മല്ലിയിലയും പുതിനയിലയും. ഞാൻ രണ്ടും ഈക്വൽ ക്വാണ്ടിറ്റിയിലാണ് എടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് 2 പച്ചമുളക്. അതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച സവാള അത് നന്നായി തണുത്തിട്ടുണ്ട്. അതും കൂടി അങ്ങ് അരച്ചിട്ട് പേസ്റ്റ് ആക്കി എടുക്കാം. അപ്പോൾ നമുക്ക് ഇടയ്ക്ക് ഇതൊന്ന് മൂടി തുറന്നിട്ട് ഇളക്കി കൊടുക്കണം. അത് ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തിട്ട് വീണ്ടും അടച്ചു വെച്ച് വേവിക്കാം.
അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ നേരത്തെ അരച്ച് വെച്ച ഗ്രീൻ മസാല ചേർത്ത് കൊടുക്കണം. അപ്പോൾ ചിക്കൻ ഇവിടെ കുക്കായി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ കുറച്ച് കാഷ്യൂനട്ട് നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിരുന്നല്ലോ, അത് ഞാനിവിടെ അരച്ച് ഒരു പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്തത് നമുക്ക് ഇതിലേക്ക് ആ കാഷ്യൂനട്ടിൻ്റെ പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി കറി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് ഗരം മസാല കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ ഇതാ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ആ ലീവ്സ് എല്ലാം അരച്ച് ചേർത്തുകൊണ്ട് നല്ല ഫ്ലേവറാണ് കറിക്ക്. അതുപോലെ തന്നെ അതിൻ്റെ ഗ്രേവി ആയാലും നല്ല തിക്ക് ഗ്രേവിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു ചിക്കൻ കറി അപ്പം, പത്തിരി, അതുപോലെ ഗീ റൈസ്, അതിനൊക്കെ ഒരു ബെസ്റ്റ് കോമ്പിനേഷൻ ആണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും സജഷൻസും തീർച്ചയായും ഞങ്ങളെ അറിയിക്കുക. ഇതുവരെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. വീണ്ടും പുതിയൊരു റെസിപ്പിയുമായി വരുന്നതുവരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് ടേസ്റ്റി.